ഇതിലേറെ ഇപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ നിരവധി മേഖലകളിൽ ടണൽ വർക്കും മറ്റുമൊക്കെ ചെയ്ത് ധാരാളം ആളുകളുണ്ട്. ക്വാറി മേഖലയിലൊക്കെ തന്നെ പണിയെടുക്കുന്ന അവർക്കൊക്കെ തന്നെ അറിയാം, ഇത് വളരെ ഈസി ആയിട്ട് പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് നീക്കം ചെയ്യാവുന്ന, ഒരു പോറൽ പോലും ഏൽക്കാതെ നീക്കം ചെയ്യാവുന്ന ഒരു പരിപാടിയാണ്. പക്ഷെ എന്താണ്, കടലാസുകളിൽ നിന്ന് കടലാസുകളിലേക്ക് മാറുകയല്ലാതെ ഇതിനൊരു നടപടിയും സ്വീകരിക്കാൻ അധികാരികൾ തയ്യാറല്ല. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. ജനങ്ങളുടെ ജീവന് ഭീഷണിയായി മണ്ണാർമല തിണ്ടിലിയം കുന്നിൽ തുടരുന്ന അപകടകരമായ പാറക്കല്ല് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്ത്. 25 ലക്ഷം രൂപ അനുവദിച്ചിട്ടും നടപടികൾ വൈകുന്നതിൽ പ്രതിഷേധിച്ച് കയറ്റിങ്ങൽ പൗരസമിതിയുടെ നേതൃത്വത്തിൽ കാര്യവട്ടം വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കാര്യവട്ടം വില്ലേജ് പരിധിയിൽ മണ്ണാർമല കയറ്റിങ്ങലിൽ തിണ്ടിലിയം കുന്നിൽ സ്ഥിതി ചെയ്യുന്ന അപകടകരമായ പാറക്കല്ലുകൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് വില്ലേജ് ഓഫീസ് മാർച്ച് നടത്തി. നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ, ഞങ്ങളെയെല്ലാം തലക്കുകളെ നടപടിയൊന്നുമില്ലല്ലോ. കയറ്റിങ്ങൽ പൗരസമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ മാർച്ച്. ജനങ്ങളുടെ ജീവനും വീടുകൾക്കും ഭീഷണിയായ പാറക്കല്ലുകൾ നീക്കം ചെയ്യുന്നതിനായി സർക്കാർ 25 ലക്ഷം രൂപ വകയിരുത്തിയിട്ടും നടപടികൾ വൈകുന്നതാണ് പ്രതിഷേധത്തിന് കാരണം. വിവിധ വകുപ്പുകൾ തമ്മിലുള്ള നടപടിക്രമങ്ങളും ഉദ്യോഗസ്ഥരുടെ മെല്ലെപ്പോക്കും കാരണം പാറ നീക്കം ചെയ്യൽ നീണ്ടുപോകുകയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. അടിയന്തര പ്രാധാന്യമുള്ള വിഷയത്തിൽ സമയബന്ധിതമായി നടപടി സ്വീകരിക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 200ഓളം പേർ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു. തുടർന്ന് നടന്ന പ്രതിഷേധ സംഗമം വിദ്യാപോഷിണി ഗ്രന്ഥാലയം പ്രസിഡന്റും സാമൂഹിക പ്രവർത്തകനുമായ ജാഫർ കെ കക്കൂത്ത് ഉദ്ഘാടനം ചെയ്തു. പാറക്കല്ലുകൾ സമീപത്തെ വീടുകൾക്കും പ്രദേശവാസികൾക്കും വലിയ ഭീഷണിയാണെന്നും നടപടികൾ കടലാസിലൊതുങ്ങാതെ അടിയന്തിരമായി പാറ നീക്കം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു. നമ്മൾക്ക് ഓരോരുത്തർക്കും അറിയാം, കഴിഞ്ഞ 20ഓളം വർഷമായിട്ട് നിരവധിയായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടും ഒരനക്കം പോലും സംഭവിക്കാത്ത ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നമ്മുടെ ജീവനൊക്കെ തന്നെ ഭീഷണിയായിട്ടുള്ള 100ഓളം വീടുകൾക്ക് ഭീഷണിയായിട്ടുള്ള തിണ്ടിലിയം കുന്നിലെ ഭീമാകാരമായ കല്ലുകൾ. ഇത് വിദ്യാഭൂഷണി ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 20 വർഷമായിട്ട് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായിട്ട് അതിൻ്റെ ഒച്ചപ്പാട് ഒന്ന് നിലച്ച് നമ്മുടെ ഫിറോസ് മെമ്പർ ആയപ്പോഴാണ് അത് വീണ്ടും സജീവമാക്കിയത്. ഇപ്പൊ ഇന്ന് ഒക്കെ സംസാരിക്കുമ്പോൾ അവരൊക്കെ ചെറുപ്പകാലത്തില് ഒരു കല്ലിൽ നിന്ന് മറ്റൊരു കല്ലിലേക്ക് ചാടിക്കിടക്കാനുള്ള വിടവ് മാത്രമേ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അത് വിടവ് വർദ്ധിച്ചുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഭീഷണിയാണ്. ഇപ്പൊ നമുക്കറിയാം, കയറ്റത്തിങ്ങനെ നോക്കുമ്പോൾ നേരത്തെ വേണ്ടത്ര കണ്ടിരുന്നില്ല, ഇപ്പൊ വളരെ വ്യക്തമായിട്ട് കാണാവുന്ന രീതിയിലാണ് ആ കല്ല്. നമുക്ക് ഓരോരുത്തർക്കും നല്ല ഭീഷണിയാണ്. അത് മാത്രമല്ല, ഇതിന്റെ അകൽച്ചയ്ക്ക് കാരണം നമ്മുടെ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന കോറികളാണ് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അപ്പൊ ഇത് അകന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് താഴെ പതിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ നിരവധി തവണ ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇത് എന്തെങ്കിലും ഒരു സാധാരണഗതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണെങ്കിൽ ഇത് എന്നോ നടന്നിട്ടുണ്ടാവും. ഒരു റോഡിന്റെ പ്രശ്നമോ ബിൽഡിങ്ങിന്റെ പ്രശ്നം എന്താണത്? അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കും കരാറുകാർക്കും അതിന് അടിസ്ഥാനമായിട്ടുള്ള വരുമാനവും തുകയും ലഭിക്കും എന്നുള്ളത് കൊണ്ടാണ്. ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറുമായിട്ട് നിരവധി തവണ ഫിറോസും ഞാനും ഒക്കെ അടങ്ങുന്ന നാട്ടുകാർ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലെ പ്രധാന ഒരു പ്രശ്നം നമുക്കറിയാം, ജിയോളജി വകുപ്പ് ഒരു കാര്യമാണ് പറയാം. ഇത് കരാറ് നൽകേണ്ട
LSTD, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മറ്റൊരു കാര്യമാണ് പറയാം. ഇതിന്റെ നടപടികൾ നിയന്ത്രിക്കുന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ദുരന്ത നിവാരണ സമിതി മറ്റൊരു കാര്യമാണ് പറയാം. ഒരു ടീം പറയും ഇതിന് വലിയ ഫണ്ട് വരും, അത് ആരാണ് തരിക? അപ്പൊ അതിലൊക്കെ തന്നെ പരിഹാരങ്ങൾ നമ്മൾ വിവിധ വേദികളിൽ നിർദ്ദേശിക്കുകയുണ്ടായി. ഇത് ദുരന്ത നിവാരണ സമിതി ഇതിന് വേണ്ട പണം അനുവദിക്കണം. അത്തരം കാര്യങ്ങളിലോട്ട് പേപ്പറുകൾ നീങ്ങി കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് തിരുവനന്തപുരത്ത് നിന്ന് 25 ലക്ഷം രൂപ അനുവദിക്കുന്ന സ്ഥിതി ഉണ്ടായി. നമ്മൾ അവിടെ അവസാനിക്കുമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഫിറോസ് സൂചിപ്പിച്ച പോലെ തന്നെ നിരവധിയായിട്ടുള്ള ടെൻഡറുകൾ ആരും എടുക്കാൻ തയ്യാറല്ല. രണ്ട് കാര്യമാണ്. ഒന്ന്, ഇത് പൊട്ടിച്ചെടുക്കുകയോ മുറിച്ചെടുക്കുകയോ ചെയ്യുമ്പോൾ താഴെയുള്ള ആളുകളുടെ ജീവനും സ്വത്തിനുമുള്ള ഉത്തരവാദിത്വം ആര് പറയുമെന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ചോദിക്കുകയാണ്. ഇപ്പൊ ഈ കോറി രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ ഇത് സംബന്ധിച്ചൊക്കെ തന്നെ നിരവധി അഭിപ്രായങ്ങൾ പറയുണ്ടായി. പക്ഷെ അത് ഒരഭിപ്രായങ്ങൾ ഒരു ടീം പറയുമ്പോൾ എന്താണ് അത് താഴേക്ക് വരില്ല, എന്താണ് ഉറപ്പ്? അപ്പൊ അത് പൊട്ടിക്കുമ്പോൾ അത് താഴേക്ക് വീഴാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കേണ്ടേ? ഇതിലേറെ ഇപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ നിരവധി മേഖലകളിൽ ടണൽ വർക്കും മറ്റുമൊക്കെ ചെയ്ത് ധാരാളം ആളുകളുണ്ട്. കോറി മേഖലയിലൊക്കെ തന്നെ പണിയെടുക്കുന്ന അവർക്കൊക്കെ തന്നെ അറിയാം, ഇത് വളരെ ഈസി ആയിട്ട് പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് നീക്കം ചെയ്യാവുന്ന, ഒരു പോറൽ പോലും ഏൽക്കാതെ നീക്കം ചെയ്യാവുന്ന ഒരു പരിപാടിയാണ്. പക്ഷെ എന്താണ്, കടലാസുകളിൽ നിന്ന് കടലാസുകളിലേക്ക് മാറുകയല്ലാതെ ഇതിനൊരു നടപടിയും സ്വീകരിക്കാൻ അധികാരികൾ തയ്യാറല്ല. നാട്ടുകാരുടെ ആശങ്ക പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം സംഘടിപ്പിച്ചതെന്ന് മുൻ കൗൺസിലർ ഫിറോസ് പറഞ്ഞു. കഴിഞ്ഞ വർഷം 25 ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചിട്ടും വിവിധ വകുപ്പുകളിലെ നടപടിക്രമങ്ങൾ നീളുന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രയാസങ്ങൾ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. തികച്ചും സമാധാനപരമായ ഒരു സമരമാണ് ഇതിലൂടെ ആ നാട്ടിലെ പൗരസമിതി എന്നുള്ള നിലയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ ഓരോ ആളുകളുടെയും മനസ്സിന്റെ അവസ്ഥ മഴ പെയ്യുമ്പോൾ ഇത് പ്രയാസം സൃഷ്ടിക്കുമോ എന്ന് കരുതി മഴ പെയ്താൽ കുടുംബക്കാരുടെ വീട്ടിലേക്കും മറ്റും വിരുന്നു പോകുന്ന ആളുകൾ, അതോടൊപ്പം തന്നെ ഏത് നിമിഷവും അത് താഴേക്ക് പതിക്കാം എന്ന അവസ്ഥ, ഇത്തരം കാര്യങ്ങളെ മുൻനിർത്തിയാണ് ഈ പരിപാടിയുമായി ഈ കല്ല് നീക്കം ചെയ്യുന്ന പ്രവൃത്തി ഉടൻ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും വിവിധങ്ങളായ വകുപ്പിലും അതുപോലെ തന്നെ അന്വേഷണ ഏജൻസികളിലുമൊക്കെ പൗരസമിതി എന്നുള്ള നിലയിലും വിദ്യാഭൂഷണി ഗ്രന്ഥാലയം എന്നുള്ള നിലയിലും മുൻ വാർഡ് മെമ്പർ എന്നുള്ള നിലയിലും നാട്ടിലെ പൊതുവിലെ എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിന്റെ പലവിധ അപേക്ഷകളും കൊടുക്കുന്നതിനും ഒക്കെ തയ്യാറായിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷത്തിൽ 25 ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് സർക്കാർ ഉത്തരവാവുകയും 5 പ്രാവശ്യത്തോളം ടെൻഡർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. നേരിയ തുക അധികം ആവശ്യമായി ഉണ്ട് എന്ന ടെൻഡർ നടപടികൾ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആ തുക മാറ്റി കിട്ടുന്നതിനും അതോടൊപ്പം തന്നെ കാലാവധി ദീർഘിപ്പിക്കുന്നതിനു വേണ്ടി കത്തുകൾ വിവിധ വകുപ്പുകളിൽ നിന്നും മാറി മാറി പോവുക എന്നുള്ളത് അല്ലാതെ ഈ നടപടി വളരെ വേഗത്തിലാക്കുന്ന ഒരു സമീപനവും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നില്ല. പ്രതിഷേധ സംഗമത്തിൽ ഫവാസ് AP അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ജസീന റസാഖ്, KP രമണി, പൗരപ്രമുഖരായ ഹൈദർ തോരപ്പ, P അനിൽകുമാർ, KT മജീദ്, P ഉബൈദ്, ഉനൈസ് കുറുപ്പത്ത്, AP ലുഖ്മാൻ, യാക്കോബ്, നൌഫൽ കുറുപ്പത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. അപകട സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പാറക്കല്ലുകൾ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ അടിയന്തരമായി പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ചാനൽ 10 പെരിന്തൽമണ്ണ. അൽ സലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി.
ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ. തിമിര ശസ്ത്രക്രിയ, ഗ്ലൂക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.